മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ രാജീവ് ഗാന്ധി ബൈപ്പാസിലാണ് ഗോഗ്രിൽ എന്ന പേരുള്ള ഈ ഷോപ്പുള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രിൽഡ് ഐറ്റംസാണ് ഇവിടുത്തെ പ്രത്യേകത. ചിക്കൻ തന്നെ പല ഫ്ലേവറിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഷിൻവാരി, അതുപോലെ പാപ്രിക്ക, ഇങ്ങനെ പല ടേസ്റ്റിലും. ഷിൻവാരി എന്ന് പറയുമ്പോൾ മൈൽഡായിട്ടുള്ളൊരു പെപ്പർ ടേസ്റ്റാണ് ഉണ്ടാവുക. പാപ്രിക്ക നമ്മുടെ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഫ്ലേവറാണ്. നല്ല സ്പൈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയത്. അവർ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പാപ്രിക്ക ഫ്ലേവറിലൊരു ചിക്കനാണ്. ചിക്കൻ ബട്ടറിൽ ഒന്ന് ഗ്രില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പാപ്രിക്ക സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല സ്പൈസിയാണ്, പക്ഷേ നമ്മുടെ നോർമൽ മുളകിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇതിനുണ്ടാവുക. പാപ്രിക്ക എന്ന് പറയുമ്പോൾ ശരിക്കും ക്യാപ്സിക്കത്തിൻ്റെ എരിവ് സാധാരണ മുളകിൻ്റെ എരിവല്ലല്ലോ, ആ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുബൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സോസ് ഉണ്ട്. ആ സോസിൻ്റെ ടേസ്റ്റാണ് നമുക്ക് പറയാൻ പറ്റാത്തത്, അത്രയും ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഇതാണ് സോസ്. ഈ സോസിനൊരു ചെറിയ സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. എഗ്ഗ് യൂസ് ചെയ്യണില്ല, നമ്മുടെ സാധാരണ വൈറ്റ് സോസ് പോലെ എഗ്ഗ് യൂസ് ചെയ്യണില്ല. അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി തന്നു. നല്ല ടേസ്റ്റിയാണ്. മാത്രമല്ല ചിക്കൻ നല്ല ഫ്രഷാണ്. സാധാരണ നമ്മൾ ഗ്രില്ല് ഐറ്റംസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത, ചിക്കൻ ചിലപ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്. നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നു. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ജ്യൂസിയാണ്. അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഒരു ഫുൾ ചിക്കൻ, അതൊരു ബേബി ചിക്കൻ എന്ന് പറയും. അതൊരു ഫുൾ ചിക്കനാണ്, നല്ല ടേസ്റ്റിയാണ് അതും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മഞ്ചേരിയിൽ വരുമ്പോൾ നിങ്ങളും ഒന്ന് കയറി നോക്കുക. നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്